ഹലോ, നമുക്കിന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കണ്ടാലോ? ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിനകത്ത് SPF ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഡോട്ട് ഡോട്ടായിട്ട് നെക്കിലും ഫേസിലും ഫുൾ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ബ്ലെൻഡ് ചെയ്യുന്നാൽ മാത്രമേ ആ മേക്കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. ഇതിപ്പോൾ ഫുള്ള് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു കൺസീലറാണ്. ഇതൊരു എൻവൈവയുടെ ഒരു കൺസീലറാണ്. എനിക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസും പിമ്പിൾ മാർക്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രോബ്ലം ഇല്ലെങ്കിൽ കൺസീലർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഫൗണ്ടേഷൻ മാത്രം മതിയാവും. ബ്ലഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതുപയോഗിച്ചിട്ടാണ് ഞാൻ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചധികം ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡാർക്ക് ലിപ് ലൈനറാണ് കേട്ടോ. ലിപ് ലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടിരിക്കൂ. എന്നിട്ട് ഞാൻ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഐ മേക്കപ്പിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഞാനൊരു ലൈറ്റ് കളറ് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് ആണേ. രണ്ട് കണ്ണിലും നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ഡാർക്ക് കളറ് പിങ്ക് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് കളറ് പിങ്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് കോട്ടായിട്ട് ഞാൻ കണ്ണിൻ്റെ മണ്ടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രൗൺ കളർ, ഒരു സ്കിൻ കളർ ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിന് അടിയിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കണ്ണ് നല്ല വലുപ്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഐലൈൻ ഒന്നും ചെയ്യുന്നുണ്ട്. ഐലൈനർ ഞാൻ നോർമൽ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് കണ്ണ് വരയ്ക്കുന്നത് കേട്ടോ. മണ്ടയ്ക്ക് മാത്രമേ എഴുതുന്നുള്ളൂ. ഒരു ചെറിയ വിങ്ങൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 2 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കണ്ണ് ഞാനിപ്പോൾ ഐലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്തിട്ട് ഐലാഷസ് നല്ലോണം കേൾ ചെയ്ത് കൊടുക്കുക. കണ്ണ് നല്ല വലുപ്പമായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കോംബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.